സ്നേഹമുള്ള ദൈവമക്കളെ, വളരെ സന്തോഷത്തോടെ നമുക്ക് ഇന്ന് ഈ ദിവസം താരിക്ക് ചുറ്റുമായിരിക്കാം. ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മളൊരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഈ ജീവിതയാത്രയിൽ നോൻപ് കാലം ഒരു പ്രത്യേക യാത്രയാണ്. ഈ നോൻപ് കാലത്തിലെ ധ്യാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഇന്ന് വചനം പങ്കുവയ്ക്കുമ്പോൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമുക്കറിയാവുന്ന അനുതാപം, രണ്ടാമതായിട്ട് അനുരഞ്ജനം അല്ലെങ്കിൽ രമ്യത, മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, പിന്നെ അതിനോട് ചേർത്ത് വയ്ക്കുന്നത് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ പ്രത്യാശ എന്ന വിഷയം. നമ്മൾ ആദ്യമായിട്ട് അനുതാപത്തെക്കുറിച്ച് ചിന്തിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അനുതാപം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൊരു മാറ്റം വരുത്തുക, മാനസാന്തരപ്പെടുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അനുതാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സങ്കടകരമായി തോന്നും. പലപ്പോഴും പറയും അനുതാപം എന്ന് പറഞ്ഞാൽ അത് ദുഃഖകരമായ ഒരു വികാരമാണ്, അല്ലെങ്കിൽ സങ്കടകരമായ ഒരു വികാരമാണെന്ന്. നമുക്ക് മറിച്ച് ചിന്തിക്കാം. അനുതാപം ഒരു തിരിഞ്ഞു നോട്ടമാണ്, പക്ഷേ സങ്കടത്തോടെയല്ല, നമ്മുടെ തീമായ പ്രത്യാശയോടെ തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു അവസരം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ നാണയത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ചും ഉപമയിലൂടെ നാം വായിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിലാണ് നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ച് പറയുക. നഷ്ടപ്പെട്ടു പോയ ആടിന് ഒറ്റയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഈ കൂട്ടത്തിൽ ഒരാൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ പോട്ട ആശ്രമത്തിലേക്ക് വരണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാനെങ്കിലും ഭാഷ അറിയാൻ പാടുണ്ടാവണം. ഈ ആടിനെങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക? വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ഈ കൂട്ടവും കൂടും, അതുപോലെ തന്നെ ആരുമില്ല എന്നുള്ള ആ ഒറ്റപ്പെടുന്ന നൊമ്പരവുമാണ്. ആദ്യത്തേത്, ഈ 100 ആടുകളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടാണ് നമ്മളിന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ടോ? ഞാൻ കൂട് തെറ്റിപ്പോയിട്ടുണ്ടോ? എന്നെ അന്വേഷിച്ച് നടക്കുന്ന കരയുന്ന യജമാനൻ അല്ലെങ്കിൽ കരഞ്ഞു നടക്കുന്ന ദൈവം എൻ്റെ പിന്നാലെ ഉണ്ടോ? ആദ്യത്തെ ചിന്ത, അനുതാപത്തിൻ്റെ ചിന്ത ഇപ്രകാരമാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഞാൻ കൂട്ടം തെറ്റിയിട്ടില്ല, കൂട് തെറ്റിയിട്ടില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടില്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ നോൻപ് കാലത്തിൽ നമ്മേക്കാൾ വേദനിക്കുന്ന ഒരു ദൈവപിതാവുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകൾ, അവളിതാ കൂട്ടം തെറ്റിപ്പോയി, കൂട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഒരു പിതാവ്. രണ്ടാമതായിട്ട് നഷ്ടപ്പെട്ടു പോയ നാണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയത് ആ ഒരു സ്ത്രീയുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷേ ഈ നാണയം നഷ്ടപ്പെട്ടു പോയ ആ നിമിഷം മുതൽ ആ പാവപ്പെട്ട സ്ത്രീ ആകുലതയിലാണ്, വ്യാകുലതയിലാണ്. എനിക്ക് ആ നാണയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അന്വേഷിച്ച് നടക്കുകയാണ്. ജീവനില്ലാത്ത ഒരു നാണയത്തിന് തിരിച്ചു വരാൻ കഴിയില്ല. പക്ഷേ ഇതുപോലെയുള്ള ചെറു നാണയങ്ങളാണ് നമ്മളിന്ന് ഓർത്തു നോക്കിയേ. ഒരു ചെറിയ നാണയം പോലും നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാവുന്ന സങ്കടം, ആ സങ്കടമാണ് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറു നാണയമായ നമ്മെപ്പോലും ഉപേക്ഷിക്കാതെ ആ പാവപ്പെട്ട സ്ത്രീയെപ്പോലെ പിന്നാലെ നടക്കുന്ന ദൈവം
അനുതാപം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു. മൂന്നാമതായിട്ട് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെ വാക്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ മകനെന്നല്ല, ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ വീട് വിട്ടുപോയ മകനെന്ന് വേണം. സുവിശേഷകൻ പറയുന്നത് ധൂർത്തപുത്രൻ എന്നാണെങ്കിൽ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോയ മകനെന്ന് തന്നെയാണ്. പക്ഷേ അവന് അനുതാപം ഉണ്ടായോ? അനുതാപം ഉണ്ടായെങ്കിൽ എപ്പോഴാണ് അവന് അനുതാപം ഉണ്ടായത് എന്നും നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. അവന് നഷ്ടപ്പെട്ടു പോയത് എന്താ? അവന് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയത് സുബോധമാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ സമ്പാദ്യം മുഴുവനും വാങ്ങിക്കൊണ്ട് അവൻ ദൂരദേശത്തേക്ക് പോയി. ദൂരദേശത്തേക്ക് പോയപ്പോൾ അവന് സുബോധമുണ്ടായില്ല. സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു, അപ്പോഴും അവന് സുബോധമുണ്ടായില്ല. കഠിന ക്ഷാമം വന്നു, ഞെരുക്കത്തിലായി, അപ്പോഴും അവന് സുബോധമുണ്ടായില്ല. പിന്നെ എപ്പോഴാണ് സുബോധമുണ്ടായത്? പന്നികൾക്ക് കൊടുക്കുന്ന തവിട് പോലും കിട്ടാതെ വിശന്നു വലഞ്ഞപ്പോഴാണ് അവന് സുബോധമുണ്ടായത്. ഭൗതികമായ വസ്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് ഏറ്റവും അവസാനം അതുപോലും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അവന് സുബോധമുണ്ടായത്. ഈ സുബോധത്തിൽ അവൻ അനുതപിച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ തിരിച്ചു പോയാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ബോധ്യം അവൻ്റെ കണ്ണു തുറന്നു, അവൻ്റെ ഹൃദയം തുറന്നു, അവൻ്റെ മനസ്സ് തുറന്നു. അപ്പോൾ ആദ്യത്തെ ഈ ചിന്ത, അനുതാപം. നമ്മെ തേടി നടക്കുന്ന ഒരു പിതാവ്, നമ്മെ കാത്തിരിക്കുന്ന ഒരു പിതാവ് ഈ നോൻപ് കാലത്തിൽ പ്രത്യേകിച്ച്, എൻ്റെ മകനെ, എൻ്റെ മകളെ, ഞാൻ നിന്നെ തേടി നടക്കുകയാണ്, നിന്നെ കാത്തിരിക്കുകയാണ്. നീ എന്ത് നഷ്ടപ്പെടുത്തിയാലും ഇനി നീ തിരിച്ചു വരുമ്പോൾ എൻ്റെ പുത്രൻ എന്ന നിലയിൽ, എൻ്റെ പുത്രി എന്ന നിലയിൽ നിന്നെ സ്വീകരിക്കുവാനായിട്ട് ചെരുപ്പ് ധരിപ്പിച്ച്, വസ്ത്രം ധരിപ്പിച്ച്, ചുംബിച്ച് ചേർത്ത് പിടിക്കുവാൻ ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന ആ വത്സല പിതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ നമുക്ക് നിന്നുകൊണ്ട് അനുതാപത്തോടെ പറയാം, എൻ്റെ പിതാവേ, സ്വർഗത്തിനും അങ്ങേക്കുമെതിരായി ഞാൻ പാപം ചെയ്തു. നിനക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ അകന്നുപോയി. ഇതാ ഞാൻ തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നവൻ്റെ ചിന്ത അത് അനുരഞ്ജനത്തിൻ്റെതാണ്. രണ്ടാമത്തെ ചിന്ത അനുരഞ്ജനത്തിൻ്റെതാണ്. ദൈവപിതാവുമായിട്ട് ഞാൻ രമ്യതയിലാവുക. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, എൻ്റെ ദൈവം എന്ത് ക്രൂരനാണ്, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, എനിക്ക് കുറേ അധികം കൂടി സൗഭാഗ്യങ്ങൾ തരാമായിരുന്നില്ലേ, ഞാൻ എന്നെക്കുറിച്ച് മതിപ്പില്ലാതെ ദൈവത്തെ പഴിചാരുന്ന നിമിഷങ്ങളൊക്കെ അവിടുന്ന് പറയുകയാണ്, നിന്റെ കഴിവനുസരിച്ച് നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. നീ ഒന്ന് ഓർത്തു നോക്കിയേ, നിനക്കുള്ള ശക്തിയൊക്കെയുള്ള, നിനക്കുള്ള നിങ്ങളുടെ ബലമനുസരിച്ച് നിനക്കെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട്. ആയതിനാൽ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ദൈവപിതാവിനോട് പറയാൻ സാധിക്കണം, എൻ്റെ പിതാവേ, ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട മകനാണ്, പ്രിയപ്പെട്ട മകളാണ്. ഈശോയ്ക്കുണ്ടായ പ്രതീക്ഷ അത് തന്നെയാണ്. ദൈവപിതാവ് എനിക്ക് പ്രിയപ്പെട്ട ഒരു പിതാവുണ്ടെന്നുള്ള ബോധ്യപ്പെടുത്തൽ ഇടയ്ക്കൊക്കെ അവനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. മാമോദീസ വേളയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ കേൾക്കുവിനെന്ന് പറയുമ്പോൾ അത് അവനെ തന്നെ ശക്തിപ്പെടുത്തുവാനുള്ള വലിയ വാചകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. താബോർ മലയിൽ ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദത്തിലൂടെ പുത്രനെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ അനുരഞ്ജനത്തിൻ്റെ ആദ്യത്തെ പാഠമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു പിതാവുണ്ട്. നമ്മെ എന്നും കാത്തു സൂക്ഷിക്കുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കൊണ്ടു നടക്കുന്ന ആ ദൈവപിതാവ് നോക്കിയിരിക്കുകയാണ്, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ അകന്നു പോകലേ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ടില്ലേ നിയമാവർത്തനത്തിലെ പുസ്തകത്തിൽ, നിനക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ജീവൻ വേണമോ
അതോ നാശം വേണോ? എന്താണ് വേണ്ടതെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. സൃഷ്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യനെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ഈ ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും അധികാരം അവന് കൊടുത്തു, ആധിപത്യം അവന് കൊടുത്തു. ആയതിനാൽ ഈ ലോകം മുഴുവൻ കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ കടപ്പാട് മനുഷ്യനുണ്ട്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ്റെ മുൻപിൽ ദൈവം വന്ന് ചോദിച്ചു, നീ എവിടെയാണ്? ഞാൻ ഒളിച്ചിരിക്കുകയാണ്. അവൻ്റെ ഉത്തരം അതാണ്, ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ്. നഗ്നത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സംരക്ഷണമില്ലാത്ത അവസ്ഥയാണ്. എന്തിനാണ് നമ്മെ വസ്ത്രം ധരിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള വസ്ത്രം, പ്രത്യേകിച്ച് പ്രവാചക പുരോഹിത വസ്ത്രമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പട്ടം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കന്യാസ്ത്രീയായി തീരുമ്പോഴൊക്കെ അവർക്ക് തിരുവസ്ത്രം കൊടുക്കുന്നതൊക്കെ സംരക്ഷണത്തിൻ്റെ വസ്ത്രമാണ്. മാമോദീസ വേളയിൽ നമുക്ക് വസ്ത്രം തന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നുവെന്ന്. ഇതൊക്കെ സംരക്ഷണത്തിൻ്റെതാണ്. ദൈവം കൂടെയില്ലാത്തവർ നഗ്നത പോലെ അനുഭവപ്പെട്ടുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. ആദ്യം ദൈവം ചോദിച്ചു, നീ എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുകയാണ്, ഞാൻ പാപം ചെയ്തു. രണ്ടാമത് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? കായേനോട് ചോദിക്കുന്ന ചോദ്യത്തിന് അവൻ കൊടുക്കുന്ന മറുപടി എല്ലാ മനുഷ്യരും പറയുന്ന മറുപടിയാണ്, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? തീർച്ചയായിട്ടും നീ തന്നെയാണ് നിന്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കാവൽക്കാരിയും. സഹോദരൻ്റെയും സഹോദരിയുടെയും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാവൽക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോ സിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇന്ന് ഒരു മരത്തിൻ്റെ നെറ്റിയിൽ നമ്മൾ ഒരു ആണി അടിക്കുകയാണെങ്കിൽ നാം ആ മരത്തിനോട് പറയുകയാണ്, നിന്നെ ഞാൻ കൊല്ലുകയാണ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നിൽ നിന്നും അകറ്റുകയാണെന്ന്. ഒരു മരത്തിനോടും മൃഗത്തിനോടും പക്ഷിയോടും മത്സ്യത്തിനോടും എല്ലാറ്റിനോടും ഒന്നു ചേർന്നുകൊണ്ട് പറയാൻ സാധിക്കണം, നിങ്ങളെല്ലാവരും എൻ്റേതാണെന്ന്. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ ലോകത്തിലുള്ള എല്ലാത്തിനോടും ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കൂടെ കാവൽക്കാരനായി കാവൽക്കാരിയായി ഞാനുണ്ട് എന്ന്. ഇതാണ് അനുരഞ്ജനം. ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുന്ന മനുഷ്യൻ മറ്റു മനുഷ്യരുമായിട്ട് അനുരഞ്ജിതരായിത്തീരണം. മറ്റു മനുഷ്യരായിട്ട് മാത്രമല്ല, ഈ പ്രകൃതിയോട് മുഴുവനുമായിട്ട് അനുരഞ്ജിതരായിത്തീരണം എന്നുള്ളത്. ഏറെ പ്രത്യേകിച്ച് അനുരഞ്ജനത്തിൻ്റെ ആ കുദാശ ദൈവം മനുഷ്യരായ നമുക്ക് പഴയ നിയമത്തിലൂടെ വളരെ പ്രകടമായ രീതിയിൽ അവിടുന്ന് മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യം അത് അനുരഞ്ജനമായിട്ട് രമ്യതയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നോഹയോടും അബ്രാഹത്തോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയിലൂടെ അവിടുന്ന് പറയുകയാണ്, നീ എത്ര അകന്നു പോയാലും നിന്നെ തേടിപ്പിടിക്കുവാനായിട്ട് ഞാൻ കൂടെ നിൽക്കുന്നു. സങ്കീർത്തനം 139 വായിക്കുന്നത് അത് തന്നെയാണ്. വീണ്ടും പ്രവാചകന്മാർ വഴി, ന്യായാധിപന്മാർ വഴി, രാജാക്കന്മാർ വഴി മനുഷ്യനെ കൂടെ ചേർത്ത് നിൽക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തോട് കൂടെ നടക്കുന്ന ആ ദൈവം പിന്നീട് ദൈവപുത്രനായിട്ട് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായിട്ട് പരിഗണിച്ചില്ല എന്ന്. ദാസനായി മനുഷ്യനായി ശൂന്യനായി ജീവിച്ചുവെന്ന്. മനുഷ്യരായി നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ദൈവപുത്രൻ മനുഷ്യപുത്രനായി നിന്നുകൊണ്ട് നമ്മോട് പറയുന്നു. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് നീ എൻ്റെ സ്വന്തമാണെന്ന് പറയുമ്പോഴാണ്, നീ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്, ഈ ലോകത്തിലൂടെ എല്ലാവരും എൻ്റേതാണെന്ന് പറയാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനായി മകളായി തീരുക, അനുരഞ്ജിതരായി തീരുക.
ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മൾ അനുഭവിക്കുന്നത് ദൈവ സ്നേഹത്തിൽ നിന്ന് തന്നെയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നു. മിഷൻ ഡോക്യുമെൻ്റായ വത്തിക്കാൻ്റെ മിഷൻ ഡോക്യുമെൻ്റായ ആദ്യന്ത 2-ൽ പറയുന്നു, സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണ്. ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകൽ എന്ന് പറഞ്ഞാൽ അമോർ ഫോണ്ടാലിസ് അല്ലെങ്കിൽ ഫോണ്ടാലിസ് അമോർ, ഒരു ജലധാര പോലെ, ജലപ്രവാഹം പോലെ കവിഞ്ഞൊഴുകുന്നു. ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹിക്കാനല്ലാതെ, ക്ഷമിക്കാനല്ലാതെ, കരുണ കാണിക്കാനല്ലാതെ, മറ്റുള്ളവരെ സഹായിക്കാനല്ലാതെ മറ്റൊരു ഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ബെനഡിക്ട് പാപ്പ തൻ്റെ ആദ്യത്തെ എൻസിക്ലിക്കൽ ദേവുസ് കാരിത്താസ് എസ്റ്റ് എന്ന ആ എൻസിക്ലിക്കലിലൂടെ പറയുകയാണ്, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ 3 ഘടകങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് എറോസ് എന്ന ആ വാക്കിലൂടെ ബാഹ്യമായ സ്നേഹം. ഞാൻ ഒരു മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് ആദ്യമായി തോന്നുന്ന ആ ഒരു സ്നേഹം അത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ളതാണ്, അത് ബാഹ്യമായ സ്നേഹമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ ഉയർന്ന ഒരു സ്നേഹം, അത് ഫീലിയ എന്ന വാക്യത്തിലൂടെയാണ് ബെനഡിക്ട് പാപ്പ പറയുന്നത്. ഫീലിയ എന്ന് പറഞ്ഞാൽ റിലേഷണൽ നൗ, ബന്ധത്തിലുള്ള സ്നേഹം. എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ ബന്ധുവാണ് എന്ന നിലയിലുള്ള സ്നേഹം. എന്നാൽ അതിനേക്കാൾ ഉയർന്ന സ്നേഹമെന്ന് പറഞ്ഞാൽ അഗാപ്പെ. നമ്മളെല്ലാവരും ദൈവപിതാവിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും, അവരെല്ലാവരും മക്കളാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് മക്കളാണെന്ന ബോധ്യത്തോടുകൂടിയ വളർച്ച. ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ, രോഗിയെ കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് എൻ്റെ സഹോദരനാണ്, സഹോദരിയാണെന്ന കാഴ്ചപ്പാട്. ഈ വലിയ സ്നേഹമാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മളെല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹമാണ്, സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഫ്രാൻസിസ് പാപ്പ തൻ്റെ എൻസിക്ലിക്കിലൂടെ ദി ലെക്സ് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ആ ചാക്രിക ലേഖനത്തിലൂടെ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ഹൃദയം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക എന്ന വലിയ ദൗത്യമാണ് കത്തോലിക്കരായ നമുക്കേവർക്കുള്ളത്. ഈ ലോകത്തിലെ സ്നേഹം കെടാതെ സൂക്ഷിക്കുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. ലോകത്തിൽ സ്നേഹമില്ലാതെ പോവുകയാണെങ്കിൽ ലോകം നശിഞ്ഞു പോകും. ആയതിനാൽ ക്രിസ്തുവിൻ്റെ ഹൃദയമാകുന്ന ആ സ്നേഹത്തിൻ്റെ ഹൃദയം കണ്ടെത്തിക്കൊണ്ട് സ്നേഹിക്കുന്നവരായി തീരുവാനായിട്ട് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ജൂബിലി വർഷത്തിൽ നമ്മളെല്ലാവരും പ്രത്യാശയുള്ളവരായിട്ട് സ്നേഹത്തിൻ്റെ വക്താക്കളായി തീരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഒന്നാമതായിട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ഈ മനുഷ്യർ ഒരിക്കലും നശിഞ്ഞു പോവുകയില്ല. തെറ്റ് ചെയ്താലും അവൻ തിരിച്ചു വരുമെന്നുള്ള ദൈവത്തിൻ്റെ ആ പ്രത്യാശ അതിന് നിരാശ കൊടുക്കാതിരിക്കുവാനായിട്ട് നമുക്കിന്ന് തീരുമാനമെടുക്കാം. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളവനാണെങ്കിൽ നമുക്കും ദൈവത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരാകാം. മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെക്കുറിച്ചും നമുക്ക് പ്രത്യാശയുള്ളവരാവാം. നമുക്ക് ചുറ്റുമുള്ളവരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്നാമതായിട്ട് നമുക്ക് പ്രത്യാശ തടവുകാരായിട്ടുള്ളവർക്ക്, പല വിധത്തിലും ബന്ധനസ്ഥരായ നിരവധി മക്കളുണ്ട്. നമുക്കിവർക്കൊക്കെ പ്രത്യാശ കൊടുക്കുവാനുള്ളവരാണ്. അവർക്കൊക്കെ വിമോചനത്തിൻ്റെ സന്ദേശം കൊടുക്കുവാനുള്ളവരാണ് നമ്മൾ. രോഗികളായ നിരവധി മക്കളുണ്ട്. രോഗികളായവർ ചിലപ്പോഴൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വരുന്നത് സൗഖ്യത്തിന് വേണ്ടിയാണ്. സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് അവരോട് പ്രതീക്ഷ കൊടുക്കാം. നമുക്ക് അവരോട് പറയാം,
ചിലപ്പോൾ ഈ രോഗത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള വിളി നിനക്ക് കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ ഈ രോഗികളായ മക്കൾക്ക് പ്രത്യാശ കൊടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. യുവജനങ്ങൾ ഇന്ന് നിരാശയിൽ അനുവദിക്കുന്നുണ്ട്. ശരിയായ മാർഗം എന്താണെന്ന് അറിയാതെ ഈ ലോകത്തിലെ ജഡികമോഹങ്ങൾക്ക് ഇരയായിത്തീരുന്ന മക്കളുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കേണ്ടതെന്ന് അറിയാതെ ജീവിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പങ്കാളിയെ കിട്ടാതെ പോകുന്ന ചെറുപ്പക്കാരായ മക്കളുണ്ട്. അവർക്കൊക്കെ പ്രത്യാശ കൊടുക്കുവാൻ, പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നീട് നമുക്കറിയാം, കുടിയേറ്റക്കാരായ നിരവധി മക്കൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന മറ്റു മക്കളോടൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്കൊക്കെ ദൈവം യഥാർത്ഥത്തിൽ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രായമായ നമ്മുടെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ആരുമില്ലാത്ത സഹോദരങ്ങളെയൊക്കെ നോക്കി പറയണം, ഞാൻ കൂടെയുണ്ട് എന്ന്. നമ്മുടെ എല്ലാവരുടെയും ദൗത്യം അതുതന്നെയാണ്. നമുക്കിനി ഒരിക്കലും നമ്മുടെ കൺമുൻപിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ടാകാൻ പാടില്ല. നമ്മുടെ മുൻപിൽ രോഗികളായവരുണ്ടാകാൻ പാടില്ല. പാവപ്പെട്ട ലാസറുമാരുണ്ടാകാൻ പാടില്ല. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യാശയോടെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനായിട്ട് അനുതാപത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ ലോകത്തിലുള്ള എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് അനുരഞ്ജിതരായിത്തീർന്ന് കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രവാചകന്മാരായിത്തീരുവാൻ നമ്മെ എല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് ഇന്നത്തെ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കൂടുതലായിട്ട് ദൈവാനുഗ്രഹത്താൽ കേൾക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ യാത്ര ചെയ്യുമ്പോൾ പ്രതീക്ഷ എന്നും നമ്മുടെ കൈമുതലായിട്ട് ഉണ്ടാകണമേ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.